പാർലമെന്റിൽ നിർണായക നീക്കത്തിനൊരുങ്ങിയ സർക്കാർ വനിതാ സംവരണ ബില്ല് ഭേദഗതി ചെയ്യാനാണ് നീക്കം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ഉയർത്തി 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് തീരുമാനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, നിലവിലുള്ള സീറ്റുകളിൽ 1/3 സ്ത്രീകൾക്ക് സംവരണം ചെയ്യാതെ ഈ രീതിയിൽ സീറ്റ് കൂട്ടിക്കൊണ്ട് സംവരണം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനു പിന്നിൽ കാരണം എന്താണ്? പ്രതിപക്ഷം ഇതിനോട് അനുകൂല സമീപനമാണോ സ്വീകരിക്കുന്നത്? ഇതിൽ എന്തായാലും നിർണായകമായ ഒരു നീക്കത്തിനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. ഈ വനിതാ സംവരണ ബില്ല് ഭേദഗതി ചെയ്യാനാണ് ശ്രമം നടത്തുന്നത്. അത് നേരത്തെ ഉള്ള ബില്ലിന്റെ ഘടന അനുസരിച്ച് ഇപ്പോൾ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മണ്ഡല പുനർനിർണയവും ഒപ്പം തന്നെ അതിന്റെ തുടർച്ചയായുള്ള വനിതാ സംവരണ നിയമം നടപ്പാക്കലും നടത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കാനുള്ള ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും 816 ഉയർത്താനാണ് ഇത്തരത്തിൽ നിർദ്ദേശമുള്ളത്. ഇത്തരത്തിൽ സീറ്റുകൾ 816 ഉയർത്തുമ്പോൾ അതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാനാണ് തീരുമാനം. ഇതിനായി മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് BJD, YS, RCP, ഒപ്പം തന്നെ NCP, ശരത് പവാർ വിഭാഗം, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, AIMIM എന്നീ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ പാർട്ടികളുമായി നടത്തിയ ആശയവിനിമയത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന് ഉദ്ദേശിക്കുന്നത്. ഇതിനായി പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണമുണ്ടെങ്കിൽ മാത്രമേ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനാകൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.